സുന്നത്തുള്ള കാര്യങ്ങളാണ്. ഫാത്തിഹ കഴിഞ്ഞാൽ സുന്നത്തുള്ള ഒരു കാര്യമാണ് ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ മൗനം അവലംബിക്കുക, റബ്ബി ഗ്ഫിർലി പറയുക, ശേഷം ആമീൻ പറയുക. ആമീൻ കഴിഞ്ഞാലും ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ ഒന്ന് താമസിക്കാം. അതിനുശേഷം സൂറത്ത് മുതൽ സുന്നത്താണ്, സൂറത്ത് പാരായണത്തിന്. ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ കഴിഞ്ഞ ഉടനെ സൂറത്ത് മുതൽ. ജമാഅത്തായി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇമാം സുബ്ഹാനല്ലാഹിന്റെ ഖദർ മാത്രമല്ല, മഅ്മൂമീങ്ങൾക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം കൂടെ താമസം ചെയ്തു കൊടുക്കണം. ആ സമയത്ത് ഇമാമ ശേഷം ഓതാനുള്ള സൂറത്ത് ഓതുകയാണ് ഏറ്റവും അഫ്ളലായ. ഫർളും സുന്നത്തുമായ എല്ലാ നിസ്കാരങ്ങളിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരത്തിലും ഓതണം. സുന്നത്ത് നിസ്കാരം പെട്ടെന്ന് തെറ്റലാണ്. സുന്നത്ത് നിസ്കാരങ്ങളിലും ഫർള് നിസ്കാരങ്ങളിലും ഒക്കെ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. മയ്യിത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും സൂറത്ത് വർദ്ധിപ്പിച്ച് വലിയ സൂറത്തുകൾ ഓതി ഖിയാമിനെ വർദ്ധിപ്പിക്കുക എന്നതാണ് അഫ്ളൽ. ഇമാമല്ല, ഇമാമിന് കുറെ ഷർത്തുകളുണ്ട്, ഞാൻ പറയും. ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വലിയ സൂറത്തുകളൊക്കെ ഓതണം. രണ്ട് നേട്ടമാണ് അതിലുള്ളത്. ഒന്ന്, നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ഖിയാം എന്ന് പറഞ്ഞാൽ നൃത്തം. അത് എത്ര വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് ആ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ യാസീനൊക്കെ കാണാൻ അറിയുന്നവരുണ്ട്, യാസീനൊക്കെ അങ്ങനെയൊക്കെ നിസ്കരിക്കണം. രണ്ടാമത്തെ തബാറക സൂറത്ത് അങ്ങനെയൊക്കെ നിസ്കരിക്കണം. ഒരു ദിവസമെങ്കിലും റമദാനിലൊക്കെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ശീലമാകുമ്പോൾ അത് രസമായിരിക്കും. അപ്പൊ ഖിയാം വർദ്ധിപ്പിക്കുക എന്ന ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠത ലഭിക്കും. രണ്ട്, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഓതുന്ന ഖുർആൻ പാരായണത്തിന് പുറമെ ഓതുന്ന ഖുർആൻ പാരായണത്തെക്കാൾ കൂടുതൽ കൂലിയുണ്ട്. ഏറ്റവും കൂടുതൽ കൂലി ഖുർആൻ പാരായണത്തിന് ലഭിക്കുന്ന നിസ്കാരത്തിൽ ഓതുന്ന ഓരോ ഹർഫിനും ഒരു ഹർഫിന് 10 ഹസനത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് സ്വാഭാവികമായി സാധാരണഗതിയിൽ ഓതിയാൽ കിട്ടുന്ന കൂലിയാണ്. അത് തന്നെ നോമ്പുകാരൻ ഓതിയാൽ കൂലി കൂടി, റമദാനിൽ ഓതിയാൽ കൂലി കൂടി, നിസ്കാരത്തിൽ ഓതിയാൽ കൂലി കൂടി, പള്ളിയിൽ ഓതിയാൽ കൂലി കൂടി. അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ധാരാളം ഖുർആൻ പാരായണം നിസ്കാരത്തിൽ നടക്കണം. സൂറത്ത് ഓതുമ്പോൾ ഒരു ബിസ്മി, ഫാത്തിഹയിൽ പെടാത്ത ബിസ്മി ആയിരിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ സൂറത്തിലും ബിസ്മി ഉണ്ട്. എല്ലാ സൂറത്തിലും, തൗബ സൂറത്ത് അല്ലാത്ത എല്ലാ സൂറത്തിലും ബിസ്മി ആദ്യത്തെ ആയത്ത് തന്നെയാണ്. അപ്പൊ ഫാത്തിഹയിൽ പെടാത്ത ബിസ്മിയാണ് ഞാൻ ഓതുന്നത് എന്ന നിയത്തോടു കൂടെ ബിസ്മി ഓതിയാലും അസ്ലു സുന്നത്ത്. ഒരു സൂറത്ത് പൂർണ്ണമായി ഓതണം, അതാണ് ഏറ്റവും അഫ്ളൽ. ഒരു സൂറത്ത് തന്നെ ഓതുന്ന അവസരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അൽ ബഖറ മുഴുവൻ ഒരാൾ ഓതണം, പക്ഷെ ഒരു 5 ആയത്തുണ്ട്. അപ്പൊ ഏകദേശം 2.25 ഓതി തീർത്തിട്ടുണ്ട്. പക്ഷെ പുറത്ത് ഒരാൾ കുല്ലുവന്നാവാണ് മാത്രമാണ് ഓതിയത്. എന്നാൽ ആ കുല്ലുവന്നാവും മതി ആൾക്കാണ് കൂലി കൂടുതൽ. കാരണം ഒരു സൂറത്ത് പൂർണ്ണമായി ഓതുക എന്നതാണ് വലിയ സൂറത്തിന്റെ അല്പം ഓതുന്നതിനേക്കാൾ അഫ്ളൽ. അപ്പൊ ബിസ്മി എന്നത് ഓതിയാൽ തന്നെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ തന്നെ അസ്ലു സുന്നത്ത് കിട്ടും. ഇനി ഒരു സൂറത്ത് തന്നെ 2 റക്അത്തിലും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. 2 റക്അത്തിലും കുൽഹുവല്ലാഹു തന്നെ ഓതി, അല്ലെങ്കിൽ എന്നാലും അസ്ലു സുന്നത്ത് ലഭിക്കും. പക്ഷെ വ്യത്യസ്തമായ സൂറത്ത് ഓതലാണ് ഏറ്റവും അഫ്ളൽ. ആരൊക്കെയാണ് ഓതേണ്ടത്? സൂറത്ത് ഓതേണ്ടത്: 1, ഇമാം ഓതണം. 2, ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തി ഓതണം. 3, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കാത്ത മഅ്മൂം ഓതണം. ജഹരിയായ നിസ്കാരത്തിൽ നമുക്ക് കേൾക്കാത്ത അവസ്ഥ വരില്ല. പക്ഷേ സിരിയായ നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ മൗനമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, ളുഹർ, അസ്ർ, ആ സന്ദർഭത്തിൽ 1-2 റക്അത്തുകളിൽ മഅ്മൂമിന് എന്ത് ചെയ്യാം? ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടാകുമ്പോൾ ഓതാം. എന്ന് മാത്രമല്ല, ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ 3-4 റക്അത്തുകളിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞു, പിന്നെ അങ്ങനെ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് മഅ്മൂമിന് എന്ത് ചെയ്യാം? സൂറത്ത് പാരായണം. മറ്റൊരു കാര്യം, പരിപൂർണമായ ഒരു സൂറത്ത് ഓതുകയാണ് ഏറ്റവും അഫ്ളൽ എന്ന് പറഞ്ഞു. എന്നാൽ ചില സ്ഥലങ്ങളിൽ വാരിതായ
സ്ഥലങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ ഇന്ന സൂറത്ത് ഓതണം, വെള്ളിയാഴ്ചക്ക് നമ്മൾ ഓതാറുണ്ട്. അതേ വിശദീകരണം പറയും. അങ്ങനെയുള്ള സൂറത്തുകളുടെ അല്പം ഇപ്പൊ സബ്ദിസ്മയുടെ അവസാനം മാത്രമാണ് ഒരാൾ ഓതുന്നത്. അതാണ് ഏറ്റവും അഫ്ദൽ. എന്തിനേക്കാൾ പൂർണ്ണമായ ഒരു സൂറത്ത് ഓതിനേക്കാൾ. ഞാൻ പറഞ്ഞു പൂർണ്ണമായ ഒരു സൂറത്ത് ഓതലാണ് ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞുവെങ്കിലും വെള്ളിയാഴ്ചകളിലൊക്കെ ഒരാൾ സബ്ദിസ്മ മുഴുവൻ ഓതണം, എന്നാൽ അതിന്റെ പകുതി ഓതുക എന്നൊരാൾ തീരുമാനിച്ചാൽ അതാണ് അഫ്ദൽ. മറ്റു സൂറത്ത് ഓതുന്നതിനേക്കാൾ ഏറ്റവും പുണ്യം ആ സൂറത്ത് തല മുതൽ അവസാനം വരെ ഓതൽ തന്നെയാണ്. ഇനി 3 പ്രധാനമായ സുന്നത്തുകൾ സൂറത്ത് ഓതുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആദ്യം ഓതുന്ന സൂറത്ത് അത് വലുതായിരിക്കണം രണ്ടാമത്തെ സൂറത്തിനേക്കാൾ. ആദ്യം ഓതുന്ന സൂറത്ത് രണ്ടാമത് ഓതുന്ന സൂറത്തിനേക്കാൾ വലുതായിരിക്കണം. ഏതുപോലെ ആദ്യത്തെ റക്അത്തിൽ തബ്ബത്ത് ഓതി, തബ്ബത്ത് യദാ, ശേഷം അപ്പൊ ആദ്യത്തേത് വലുതായി അല്ലെ? ആദ്യത്തേത് തബ്ബത്ത് വലുതാണ് അതിനേക്കാൾ. 2, ഖുർആന്റെ തർത്തീബ് അനുസരിച്ച് ഓതണം. അതും അവിടെ കിട്ടി. കാരണം തബ്ബത്ത് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ തർത്തീബ് പരിഗണിക്കണം. ഒരാൾ ആദ്യം തബ്ബത്ത് ഓതി, പിന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് നേരെ ബാക്കോട്ട് പോയാൽ തർത്തീബ് തെറ്റാണ്. ചെറുതായിട്ടുണ്ട്, പക്ഷെ തർത്തീബ് തെറ്റിപ്പോയി. ആ സുന്നത്ത്. മൂന്നാമതൊരു സുന്നത്ത് കൂടി പരിഗണിക്കണം. നാം ഓതിയ സൂറത്തിന്റെ തൊട്ടടുത്ത സൂറത്ത് ഓതുക. ഈ 3 സുന്നത്തുകൾ പരിഗണിക്കണം. അപ്പോൾ തബ്ബത്ത് ഓതിയതിനു ശേഷം നേരെ അദ്ദേഹം ഓതുന്നത് 3 കിട്ടി. ഇനി തബ്ബത്ത് ഓതിയിട്ട് ഒരാൾക്ക് പിന്നാസാണ് ഓതുന്നതെങ്കിൽ അതിനേക്കാൾ ചെറുതായി പോയി തർത്തീബും കിട്ടും, പക്ഷെ മുആലാത്ത് കിട്ടൂല. തൊട്ടടുത്ത സൂറത്തല്ല ആ സുന്നത്താണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട 3 സുന്നത്തുകൾ വളരെയധികം ശ്രദ്ധിക്കണം. നാളെ ഇതേക്കുറിച്ച് പറയാനുണ്ട് സൂറത്തുമായി ബന്ധപ്പെട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമസ്കാരങ്ങളിൽ പാലിച്ച് നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മുക്തമായി നല്ല നിലയിൽ നമ്മുടെ ഇബാദത്തുകൾ ക്രമീകരിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. പൂർണ്ണമായ സുന്നത്തുകൾ നിർവഹിച്ച് കറാഹത്തുകളെല്ലാം ഒഴിവാക്കിയുള്ള നമസ്കാരം സാധ്യമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞു കേട്ടതിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരിൽ നിന്നും ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റഹ്മാനേ. അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ സൂഖുൽ ഖാത്തിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. രാവുകളും പകലുകളുമാണ് അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. കൂടി ആളുകൾക്ക് നീ പുറത്തു കൊടുക്കുമ്പോൾ ഭാവികളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അഫ്വ ചെയ്യണേ അല്ലാഹ്. വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ്. നിന്റെ കാരുണ്യം നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. സ്വർഗ്ഗപ്രവേശം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ ഈ സുഹൃത്ത് ജമാഅത്തിനോട് എത്തിച്ചേർന്നു അല്ലാഹ്. മരണം വരെ ഇത് നിലനിർത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. നിങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഇന്ന് ഞങ്ങളുടെ ഖദർഖമാറിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഇത് സ്വീകരിച്ച് തട്ടിക്കളയണേ റഹ്മാൻ. കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാൻ ഇന്ന് അവസരം നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. الحمد لله.